മോട്ടീവ് സ്റ്റഡീസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാണക്യനീതി പ്രകാരം മക്കളെ വളർത്തേണ്ട രീതി. ചാണക്യൻ കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ചും മാതാപിതാക്കളുടെ കടമകളെക്കുറിച്ചും പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ചാണക്യൻ കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ച് പ്രധാനമായി 3 ഘട്ടങ്ങളായി പറയുന്നുണ്ട്. ഒന്നാമത്തെ ഘട്ടം 5 വയസ്സ് വരെ. ലാലയേത് പഞ്ചവർഷാണി. 5 വയസ്സുവരെ ലാളിക്കുക. ഈ കാലയളവിൽ കുട്ടികളെ അമിതമായി ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. ശിശുവിൻ്റെ മനസ്സ് മൃദുവാണ്. ഈ പ്രായത്തിൽ ശാസനകളേക്കാൾ സ്നേഹത്തിലൂടെയാണ് കുട്ടികൾ പഠിക്കേണ്ടത്. അടിസ്ഥാനപരമായ നല്ല ശീലങ്ങൾ, ഭക്ഷണരീതി, വൃത്തി എന്നിവയെല്ലാം സ്നേഹത്തോടെ പരിശീലിപ്പിക്കണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. രണ്ടാമത്തെ ഘട്ടം 6 മുതൽ 16 വയസ്സ് വരെ. ദശവർഷാണി. താടയേത് 10 വർഷം ശിക്ഷിക്കുക അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുക. ഈ കാലഘട്ടത്തിൽ കുട്ടികളെ കൃത്യമായി ശിക്ഷിക്കുകയും പരിശീലിപ്പിക്കുകയും വേണം. ശിക്ഷ എന്നത് ശാരീരികമായ ഉപദ്രവമായിട്ടല്ല, മറിച്ച് നിയമങ്ങൾ, മര്യാദകൾ, കഠിനാധ്വാനം എന്നിവ പഠിപ്പിക്കാനുള്ള ഒരു കർശനമായ മാർഗമായിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തെറ്റും ശരിയും തിരിച്ചറിയാനും ഉത്തരവാദിത്ത ബോധം വളർത്താനും ഈ സമീപനം സഹായിക്കും. മൂന്നാമത്തെ ഘട്ടം 16 വയസ്സിന് ശേഷം. പ്രാപ്തേതു ഷോഡാശേ വർഷേ പുത്രം മിത്രവദാശരേത്. 16 വയസ്സ് തികഞ്ഞാൽ മകനെ ഒരു സുഹൃത്തിനെ പോലെ കാണണം. കുട്ടിക്ക് 16 വയസ്സ് തികയുമ്പോൾ മാതാപിതാക്കൾ അവരെ ഒരു സുഹൃത്തിനെ പോലെ കണക്കാക്കണം. ഈ പ്രായത്തിൽ ശാസനകൾക്ക് പകരം സംഭാഷണത്തിലൂടെയും കൂടിയാലോചനകളിലൂടെയും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യണം. മാതാപിതാക്കൾ കുട്ടികൾക്ക് നിർബന്ധമായും കൊടുക്കണമെന്ന് ചാണക്യൻ പറയുന്ന ചില കാര്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് വിദ്യയും അറിവുമാണ്. ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ സമ്പത്ത് വിദ്യാഭ്യാസമാണ്. നന്നായി പഠിപ്പിക്കാത്ത മാതാപിതാക്കൾ കുട്ടിയുടെ ശത്രുവാണെന്ന് ചാണക്യൻ പറയുന്നു. കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ വിദ്യകളും മാതാപിതാക്കൾ നൽകണം. രണ്ടാമതായിട്ട് വരുന്നത് വിവേകവും വിനയവുമാണ്. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിവേകം കുട്ടികൾക്ക് പകർന്നു നൽകണം. സമൂഹത്തിൽ വിനയത്തോടെ പെരുമാറാനും മറ്റുള്ളവരോട് ബഹുമാനം കാണിക്കാനും അവരെ പഠിപ്പിക്കണം. 3. ധാർമ്മികമായ സമ്പാദ്യമാണ്. സമ്പത്ത് നേടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചാണക്യൻ പറയുന്നുണ്ട്. എന്നാൽ അത് ധാർമ്മികമായ മാർഗങ്ങളിലൂടെ ആയിരിക്കണം. 4. ധൈര്യവും ആത്മവിശ്വാസവും. പ്രതിസന്ധികളെ ഭയപ്പെടാതെ നേരിടാനുള്ള ധൈര്യം കുട്ടികളിൽ വളർത്തണം. ആത്മവിശ്വാസമുള്ളവരായി വളരാനും സ്വന്തം കാലിൽ നിൽക്കാനും അവരെ പ്രാപ്തരാക്കണം. 5. നല്ല സൗഹൃദങ്ങൾ. ദുർജനങ്ങളെ ഉപേക്ഷിക്കാനും സജ്ജനങ്ങളുമായി കൂട്ടുകൂടാനും കുട്ടികളെ ഉപദേശിക്കണം. ഒരു വ്യക്തിയുടെ സ്വഭാവം അവൻ്റെ കൂട്ടുകാരനെ ആശ്രയിച്ചിരിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ഈ തത്വങ്ങൾ മക്കളെ തരംതിരിച്ച് കാണാതെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നന്ദി.